എല്ലാവർക്കും എൻജോയ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്, ഒരു ടോയ് ആണ്. അപ്പൊ ആ ടോയ് എന്താണെന്ന് നമുക്ക് നോക്കാം. കട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. HX750 എന്ന് പറഞ്ഞ ഡ്രോൺ ആണ്, ടോയ് ഡ്രോൺ ആണ്. പക്ഷെ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ബിഗിനർ അല്ലെങ്കിൽ ഇത് പഠിക്കുന്ന ഒരു ഡ്രോൺ ഉപയോഗിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഡ്രോൺ ആണ് HX750. ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സിൻ്റെ ഉപയോഗിച്ച് നോക്കിയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മേടിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് മേടിച്ചു. 1300 രൂപയ്ക്കാണ് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു ബോക്സ്, എനിക്ക് തോന്നുന്നു റിമോട്ട് കൺട്രോൾ ആണെന്ന് തോന്നുന്നു. റൈറ്റ്. ഒരു ബോക്സിനകത്ത് ഒരു റിമോട്ട് കൺട്രോൾ വരുന്നുണ്ട്. അതേ അഡീഷണൽ 2 ലീഫ് വരുന്നുണ്ട്, ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ഇനി ഈ സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഐറ്റം ടോയ് ഡ്രോണ്. ഇത് ഒരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കളഞ്ഞിട്ട് ഓക്കെ, ഇതാണ് HX750 ഡ്രോൺ വരുന്നത്. ഇതിന് ബാറ്ററി നമുക്ക് റീപ്ലേസ് ചെയ്യാം. ബാറ്ററി ഓൾറെഡി ഇൻസേർട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ബോക്സിനകത്ത് വരുന്നത്. പിന്നെ അതെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. സ്വിച്ചുകളിൽ അതുപോലെ റിമോട്ട് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള ഒരു യൂസർ മാനുവൽ ഉണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതേ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കണക്ടർ ഇതേപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്യുമ്പോൾ കോഡിൻ്റെ താഴെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും. നല്ല സ്പീഡിലായിരിക്കും ബ്ലിങ്ക് ചെയ്യുന്നത്. അതായത് സ്റ്റേബിൾ അല്ല, ഡ്രോൺ സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ടാണ് ബ്ലിങ്കിങ് സ്പീഡിൽ വരുന്നത്. ഇനി നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല സർഫസിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലിങ്ക് ചെയ്യണതിൻ്റെ ടൈം വ്യത്യാസം വന്ന് കുറച്ച് ടൈം കൂടുതൽ എടുത്തിട്ടാണ് ബ്ലിങ്ക് ചെയ്യുന്നത്. ഇനി അടുത്ത് ചെയ്യേണ്ടത് റിമോട്ട് ഇതുപോലെ ഓൺ ആക്കാനുള്ള സ്വിച്ച് ഉണ്ട്. ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കാം. ഇനി ഇപ്പോഴും റിമോട്ടും ഡ്രോണും തമ്മിൽ കണക്റ്റ് ആയിട്ടില്ല. കണക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടേക്ക് ഓഫിൻ്റെ സ്വിച്ച് ഒന്ന് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് അടിച്ചു കഴിഞ്ഞാൽ റിമോട്ടും അതുപോലെ നമ്മുടെ ഡ്രോണും തമ്മിൽ കണക്റ്റായി. ഇനി കണക്റ്റ് ആയിന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് താഴെ കാണുന്ന ഇൻഡിക്കേഷൻസ് 2 ബ്ലൂവും 2 റെഡും കാണാം. ഇത് ബ്ലിങ്ക് ചെയ്യാണ്ട് സ്റ്റേബിളായിട്ട് നിൽക്കും. അപ്പോൾ ഇത് കണക്ഷൻ ആയി എന്നർത്ഥം. ഇനി ഞാൻ ജസ്റ്റ് ടേക്ക് ഓഫിൻ്റെ സ്വിച്ച് അമർത്തുമ്പോൾ ലീഫിൻ്റെ സ്പീഡ് ഇങ്ങനെ കൂട്ടും കുറയ്ക്കും. നമ്മൾ മാക്സിമം മുന്നോട്ടാക്കി കഴിഞ്ഞാൽ ടേക്ക് ഓഫ് പെട്ടെന്നാവും. അപ്പോൾ നമുക്ക് മെല്ലെ ഒന്ന് പൊക്കി നോക്കാം. ഇതാണ് ടേക്ക് ഓഫിൻ്റെ കാര്യങ്ങൾ. ദെൻ നമുക്ക് ലെഫ്റ്റ് റൈറ്റ്, ഇത് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചാണ്. ഫോർവേഡും ബാക്ക്വേഡും ലെഫ്റ്റ് റൈറ്റ് അതുപോലെയുള്ള, പിന്നെ ഫ്ലിപ്പ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ക്യാമറയുടെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ക്യാമറയുടെ ഓപ്ഷനുള്ള സ്വിച്ചുകളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സ്വിച്ചിൻ്റെ കൺട്രോളിങ്. ഇപ്പോൾ ഞാൻ ഈ കോഡ് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ദെൻ അടുത്തത് നമുക്ക് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ 2 ലീഫ് സ്റ്റേബിളായിട്ട് നിൽക്കും. ബാക്കി 2 ലീഫാണ് ഈ ഫ്ലൈറ്റിനെ അല്ലെങ്കിൽ ഡ്രോണിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് സൈഡിലോട്ട് വേണമെങ്കിലും ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് ലൈറ്റ് സ്റ്റേബിളായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ റിമോട്ടായിട്ട് കണക്റ്റ് ആയിട്ട് ഇൻ കേസ് നമ്മുടെ ഡ്രോണ് തിരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആംഗിളോ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ താഴെ കാണുന്ന ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അതായത് ഇതിൻ്റെ പ്ലേസ് ചെയ്തിട്ടുള്ള കറക്റ്റ് അല്ല. അപ്പോൾ അതിന് ഇൻഡിക്കേഷനാണ് ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് താഴോട്ട് വെക്കുമ്പോഴേക്കും കറക്റ്റ് ബ്ലിങ്കിങ് സ്ട്രെയിറ്റ് ആവും. അതായത് സ്റ്റഡി ആയിട്ട് നമുക്ക് ലൈറ്റ് കിട്ടും. ഇതാണ് കറക്റ്റ് പൊസിഷൻ എന്നാണ് ആ ലൈറ്റ് ഇൻഡിക്കേഷനിൽ നമുക്ക് കാണിക്കുന്നത്. ഇനി ബ്ലൂ ലൈറ്റ് കാണിക്കുന്നത് നമ്മുടെ ഡ്രോണിൻ്റെ ബാക്ക് സൈഡും, റെഡ് ഇൻഡിക്കേഷൻ കൊടുത്തിരിക്കുന്ന 2 റെഡ് ലൈറ്റ് കാണിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടും ആണ്. അപ്പോൾ നമ്മളെപ്പോഴും ഫ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡ്രോൺ സെറ്റ് ചെയ്യേണ്ടത്, ഡ്രോൺ വെക്കേണ്ടത്. എന്നിട്ടാണ് റിമോട്ടിൽ കാണുന്ന കൺട്രോൾ സിസ്റ്റമൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോഴാണ് കറക്റ്റ് നമുക്ക് ഫ്ലൈയിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു ബിഗിനർ ആയതുകൊണ്ട് ഈ ഒരു രീതിയിൽ, അതായത് കണക്ഷൻ ബാക്കിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഫ്ലൈ ചെയ്യാനായാലും റൊട്ടേറ്റ് ചെയ്യാനായാലും നമുക്ക് അതിൻ്റെ ഡയറക്ഷൻസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ പൊസിഷൻ, നമ്മൾ ഫ്ലൈ ചെയ്യുന്നതിൻ്റെ പൊസിഷൻ. അതായത് ഈ കണക്ഷൻ വരുന്ന ബാക്ക് സൈഡിലോട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർവേഡ് ചെയ്യാനും ബാക്ക്വേഡ് ചെയ്യാനും അല്ലെങ്കിൽ ടു ആൻഡ് ഫ്രോ അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം,
ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്കിത് ഔട്ട്ഡോറിലൊന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര സമയം നമുക്കിത് ഫ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ അകത്ത് നമ്മൾ ഫ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ പുറത്തത് കിട്ടുന്നില്ല, കാരണം കാറ്റിൻ്റെ വേഗതയും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ഒക്കെ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാര്യമുള്ളത് 220 mAh ആണ് ബാറ്ററി ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ 600 mAh ഒക്കെ ബാറ്ററി കിട്ടുന്നത്. അപ്പോൾ ടൈം കൂടുതൽ നമുക്ക് ഫ്ലൈ ചെയ്യിക്കാൻ പറ്റും. ഇതിപ്പോൾ ഇതിനൊപ്പം ബേസ് ആയിട്ട് വരുന്നത് 220 mAh ആണ്. അപ്പോൾ ഒരു അരമണിക്കൂറാണ് നമ്മൾ ഫ്ലൈ ചെയ്യാൻ പറയുന്ന കമ്പനി പറയുന്ന ഒരു ടൈം. അപ്പോൾ എന്തായാലും നമുക്ക് ഔട്ട്ഡോറിൽ പോയിട്ട് ഫ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഇതിന്റെ ഫ്ലൈ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല ഹൈറ്റിൽ നമ്മൾ ഫ്ലൈ ചെയ്തു, എന്നിട്ടും അത്യാവശ്യം കൺട്രോളിൽ തന്നെ നമ്മൾ ഇത് ഫ്ലൈ ചെയ്യാൻ പറ്റി. ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് ആയാലും ഏകദേശം 200 mAh ബാറ്ററി വരുന്നതുകൊണ്ട് എനിക്ക് 20 മിനിറ്റ്സ് നമുക്ക് ഔട്ട്ഡോറിൽ നമുക്കിത് ഫ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ലൈറ്റ് ഇൻഡിക്കേഷൻ ഉള്ളത് തന്നെ വളരെ അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഫ്ലൈ ചെയ്യുമ്പോൾ എവിടേക്കാണ് ഇതിന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റി. 1300 രൂപയ്ക്കുള്ളിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഒരു 40+ ഏജിലുള്ള കുട്ടികൾക്ക് നമ്മൾ ഗിഫ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ കാറൊക്കെയാണ്, റിമോട്ട് കാറൊക്കെയാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ അതിന് പകരം ഒരു ചേഞ്ചിന് നമുക്ക് വേണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഗിഫ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിന്റെ മെറ്റീരിയൽ ആയാലും താഴെ വീണാലും പൊട്ടുന്നൊന്നുമില്ല. അതുപോലെ നമ്മുടെ കുട്ടികളുടെ കൈ കുടുങ്ങിയാലും കൈ മുറിയുന്നുള്ള പേടിക്കാനുള്ള ടൈപ്പ് മെറ്റീരിയൽ ഒന്നല്ല ഇത്. ഇപ്പോൾ വിരൽ കൊടുന്ന് വെച്ചാൽ തന്നെ ഇത് ബ്ലേഡ് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ യാത്രയോ അതുപോലത്തെ ഇതുപോലത്തെ അൺബോക്സിങ്ങോ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം. ബൈ.